ഗൈസ്, നമ്മളിപ്പം നിൽക്കുന്നത് എവിടെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? മാളികപ്പുറം സിനിമ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണിത്. ഈ സ്ഥലത്തിൻ്റെ പേര് പനംപാറ, പക്ഷേ സിനിമയിൽ ഇത് അപ്പൂപ്പൻ പാറയാണ്. ഈ സെറ്റൊന്നും ഇടാത്തതുകൊണ്ട് അത്രയും വലിയ രീതി കാണത്തില്ല. ഇതിനകത്ത് സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് വിളക്ക് കത്തിക്കുന്നൊക്കെ രീതിയിൽ. ഇവിടെയൊക്കെയാണ് സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടർ വന്നിരിക്കുകയും പിന്നെ കുട്ടി ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വന്ന് തീരുമാനമെടുക്കുന്ന സ്ഥലമാണ് പീയൂഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതുപോലെ തന്നെ മറ്റേ ഒരു കുട്ടി ഈ സ്ഥലത്ത് നിന്നിട്ടാണ് കൊക്കയുടെ ഭാഗത്ത് നിന്ന് പേടിച്ചിട്ട് പീയൂഷ് തിരിച്ച് വിളിക്കുന്നതായിട്ടൊക്കെ ഉള്ള സ്ഥലം. ഇത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്നതാണ് അത്തിക്കയം പാലം. അത്തിക്കയം പാലമാണ്. പമ്പ റൂട്ടാണ് കാണുന്നത്. ആ ദൂരെ കാണുന്നൊരു പാലം, ചെറുതായിട്ട് കാണുന്നതാണ് പൂവത്തുമൂട് പാലമാണ്. അങ്ങനെ വാസ്റ്റായിട്ടൊരു ഏരിയ തന്നെ ഇവിടെ കാണാൻ പറ്റും. ഒരു വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മുടെ ഇതാണ് ആ പന. ഈ പനയുള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്ത് പനമ്പാറ എന്ന് തന്നെ പേര് വന്നത്. ഓരോ വൃക്ഷങ്ങൾ ഒക്കെ വെച്ച് നമ്മുടെ കേരളത്തിൽ പല പേരുകളുണ്ട്. കൊച്ചാലമ്മൂട്, അങ്ങനെ ഒരുപാട് പേരുകളുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ പനമ്പാറയാണ്. ഇപ്പം മാളികപ്പുറം സിനിമ വന്നതിൽ പിന്നെ ആൾക്കാർ ഒരുപാട് പേര് കണ്ട ലൊക്കേഷൻ കൂടിയാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതൊരു ടൂറിസ്റ്റ് ലൊക്കേഷനായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കല്ലു എന്ന കഥാപാത്രത്തിൻ്റെ അച്ഛൻ ഷൈജു കുറുപ്പ് അവതരിപ്പിച്ചിട്ടുള്ള ആ കഥാപാത്രം ലോൺ എടുക്കുന്ന ഒരു ബാങ്കുണ്ട്. അപ്പൂപ്പൻകാവ് എന്നൊക്കെ പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്, പക്ഷേ ഇത് അരുവപ്പലം സഹകരണ ബാങ്കാണ്. അവിടുന്നാണ്, ആ ലൊക്കേഷനിലാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിഷയം ഇതാണ്. മാളികപ്പുറം സിനിമയിലെ അപ്പൂപ്പൻകാവായിട്ടൊക്കെ കാണിക്കുന്ന സ്ഥലമാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 10-20 കിലോമീറ്റർ അകലെയാണ് അവരുടെ വീട്. ഇതെല്ലാം ഒരു സ്ഥലത്തായിട്ടാണ് സിനിമയെ കാണിക്കുന്നതെങ്കിലും പിന്നെ സ്കൂളും ഇതേപോലെ തന്നെ 20 കിലോമീറ്റർ അപ്പുറം. മൊത്തത്തിൽ ഒരു 40 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ലൊക്കേഷനെല്ലാം കിടക്കുന്നത്. പക്ഷേ സിനിമ വരുമ്പോഴെല്ലാം ഒന്നായിട്ടാണ് കാണിക്കുന്നത്. അതാണ് സിനിമയുടെ മാജിക്. പിന്നെ ഈ സ്ഥലത്തൊക്കെയാണ് അവർ ഇരിക്കുന്നതായിട്ടൊക്കെ കാണിച്ചിട്ടുള്ളത്. ഈ കഥയുടെ മെയിൻ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ഈ ഏരിയയിലാണ്. ഇവിടെയാണ് മറ്റേ പട്ടട എന്ന കഥാപാത്രം വിശ്രമിക്കുന്നതൊക്കെ ആയിട്ട് കാണിച്ചേക്കുന്നത്. വെയിറ്റിംഗ് ഷെഡൊക്കെ കാണിച്ചേക്കുന്ന സ്ഥലമാണ്. രമേശ് പിഷാരയുടെ കടയായിട്ട് കാണിച്ചേക്കുന്ന സ്ഥലമാണ്. ഇത് അത്തിക്കയം അടിച്ചിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എരുമേലിയിലെ ഹോട്ടൽ സീനിനകം കാണിക്കുന്നത് പക്ഷേ എരുമേലിയിലല്ല, ഇത് നാറാണം തോടിന് തൊട്ട് മുന്നുള്ള ഗോപുരപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ സ്ഥലത്ത് അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടുള്ള ഹോട്ടലിനകമാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഒരു ഹോട്ടലായിട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇവിടെയാണ് നായകനും വില്ലനുമായിട്ട് ചെറിയൊരു ഫൈറ്റ് സീൻ വരുന്നത്. പിന്നെ ഇപ്പം വരുന്ന തൊട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന റോഡിന് ഓപ്പോസിറ്റ് കാണുന്ന ഹോട്ടലിലാണ് കുട്ടികളും നായകനുമായിട്ടിരുന്ന് കഴിക്കുന്ന സീൻ വരുന്നത്. പീയൂഷ്, തുളസി പിപ്പി, പിന്നെ കല്ലു എന്നീ കഥാപാത്രങ്ങൾ പഠിക്കുന്ന സ്കൂളാണ് ഇത്. സിനിമയിൽ കാണിച്ചിട്ടുള്ള ശ്രീ രഞ്ജി പണിക്കർ പഠിപ്പിക്കുന്ന സ്കൂൾ, അതായത് ചന്ദ്രപ്രഭുള്ള സാർ എന്ന കഥാപാത്രം പഠിപ്പിക്കുന്ന സ്കൂൾ ഇവിടെയാണ് ഷൈജു കുറുപ്പ് കൊണ്ടുവിടുന്നത് പീയൂഷിനെയും കല്ലു എന്ന കഥാപാത്രത്തെ. ഇതിനകത്താണ്
ചന്ദ്രപ്രഭുള്ള സാർ എന്ന് പറയുന്ന രഞ്ജി പണിക്കർ കഥാപാത്രം ജോലി ചെയ്യുന്ന സ്ഥലം. ഇവിടെയാണ് അവർ പഠിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നത്. ഇത് കല്ലേലി സ്കൂളാണ്. ലൊക്കേഷൻ നിങ്ങൾ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രോത്സാഹനം അതാണ്. ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പരിഗണിക്കുക. താങ്ക് യു സോ മച്ച്.